വിശ്വദീപം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സഹപാഠിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം ശനിയാഴ്ച നടക്കും. കായംകുളം കൃഷ്ണപുരം വിശ്വഭാരതി സ്കൂളിലെ 1987-89 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് വീട് നിർമ്മിച്ചത്. കാപ്പിൽ കിഴക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം ലിജു താക്കോൽ കൈമാറും. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഈ നിലയിൽ ഞങ്ങൾ വന്നെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഒരു വീട് വെച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയും എൻ്റെ ഭാര്യ കിടപ്പ് രോഗിയാണ്, മകൾക്കും അസുഖമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾക്കൊരു വീട് വെച്ചത്. വളരെ വളരെ സന്തോഷമുണ്ട്. കൃഷ്ണപുരം 1987-89 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വിശ്വദീപം സഹപാഠിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം ശനിയാഴ്ച നടക്കും. ഡോക്യുമെന്റ് കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. കാപ്പിൽ കിഴക്കിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം നിർവഹിക്കും. വിശ്വദീപം പ്രസിഡന്റ് ഡോക്ടർ ഹരികുമാർ അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി കോശി മുഖ്യാതിഥിയാകും. വിശ്വഭാരതി സ്കൂളില് 1987-89 ബാച്ചിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് വിശ്വദീപം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വിശ്വദീപത്തിന്റെ ലേബലിൽ വിശ്വദീപത്തിന്റെ ആ കൂട്ടായ്മയായിട്ട് ചേർന്ന് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, കലാകായിക പരിപാടികൾ ഇതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. വേറിട്ട ഒരു പരിപാടിയുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ സഹപാഠി ഒരു അവശത അനുഭവിക്കുന്ന ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് പൊതുജനങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി സമാന മനസ്കരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹായത്തോടുകൂടി പുതിയതായ ഒരു വീട് വെച്ച് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ വീടാണ് ഇപ്പൊ പണി പൂർത്തിയായിരിക്കുന്നത്. നാളെ ഇത് ഈ സുഹൃത്തിന് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ബഹുമാനിയായ കായംകുളം MLA സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു അവർ രാവിലെ 8:30 ഈ വീട് കൈമാറ്റവും അതോടൊപ്പമുള്ള ഡോക്യുമെന്റ് കൈമാറ്റവും നടത്തുകയാണ്. ഡോക്ടർ ചേരാവള്ളി ശശി മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. വിശ്വദീപം കൂട്ടായ്മയുടെ 87-89 ബാച്ചിന്റെ ഓർമ്മയ്ക്കായിട്ട് രൂപീകൃതമായിരിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ സഹപാഠിക്ക് ഒരു വീട് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൂർത്തീകരിച്ച ഈ വീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് ഓർക്കാനുള്ളത്, കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ വിദ്യാർത്ഥിക്ക് അതിനൊരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഒരു പായസ ചലഞ്ച് നടത്തുകയുണ്ടായി. ഏകദേശം 7 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ആ ചലഞ്ചിലൂടെ സമാഹരിക്കാൻ സാധിച്ചു. അത് ഞങ്ങളുടെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ആ കാര്യം ചെയ്തത്. പക്ഷേ ഈ 7 ലക്ഷം രൂപ സമാഹരിച്ചെങ്കിലും അതുകൊണ്ട് ഒരു വീട്, വസ്തു വാങ്ങി ഒരു വീട് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം സാധ്യമാകത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ മകന്റെ പേരിലുള്ള ജോയൽ ട്രസ്റ്റ് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചു. പക്ഷെ അവന്റെ മകന്റെ ഓർമ്മയ്ക്കായിട്ട് ജോയൽ ട്രസ്റ്റിന്റെ പേരിൽ ഈ എന്റെ സഹപാഠിക്ക് ഒരു വീട് വെക്കുന്നതിന്, അതായത് ഞാൻ വിശ്വദീപത്തിന്റെയും ഈ കൂട്ടായ്മയിലും ഈ ജോയൽ ട്രസ്റ്റിന്റെ നാമത്തിലും 5 സെന്റ് സ്ഥലം സഹപാഠിക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി. ന്യൂസ് ബ്യൂറോ, കായംകുളം.